Today I'm going to talk about e-wallets. E-wallet is a type of electronic card which is used for transactions made online through a computer or a smartphone. Its utility is same as a credit or a debit card, and e-wallet needs to be linked with the individual's bank account to make payments. E-wallets ഒരു ഇലക്ട്രോണിക് കാർഡാണ്. അത് ഓൺലൈൻ ത്രൂ ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടർ ആൻഡ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് ഓൺലൈനിൽ ചെയ്യുന്നതിന് ഒരു മെത്തേഡാണ് ഈ വാലറ്റ്സ് കാർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡിൻ്റെയും സെയിം യൂസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്യണം. ഈ വാലറ്റ് കാർഡിനോട് നമ്മൾ ലിങ്ക് ചെയ്യണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അപ്പോഴാണ് പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. E-wallet is a type of prepaid account in which users can store his money for any future online transactions. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിലും ഇതൊരു പ്രീപെയ്ഡ് അക്കൗണ്ടാണ്, മണി സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ഇത് an e-wallet is protected with a password. With the help of an e-wallet, one can make payments for groceries, online purchase and flight tickets among the others. അപ്പോൾ ഈ വാലറ്റ്സിലൂടെ നമുക്ക് ഗ്രോസറി, ഓൺലൈൻ പർച്ചേസും ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഒക്കെ അതിനൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനും പറ്റും. E-wallets has mainly two components, software and information. The software component stores personal information and provides security and encryption of data. The information component is a database of details provided by the users, which include their name, shipping address, payment method, amount to be paid, credit or debit card details, etc. ഈ വാലറ്റിന് 2 കമ്പോണൻസ് ആണുള്ളത്, സോഫ്റ്റ്വെയർ ആൻഡ് ഇൻഫോർമേഷൻ. സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. പിന്നെ എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റ, അതായത് വേറെയുള്ളവർക്ക് ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് എൻക്രിപ്റ്റ് ചെയ്യും. പിന്നെ ഇൻഫോർമേഷനിൽ അതൊരു ഡാറ്റാബേസാണ്. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നെയിമും ഷിപ്പിംഗ് അഡ്രസ്സ്, പേയ്മെൻറ്റ് മെത്തേഡ്, എമൗണ്ട് ടു ബി പെയ്ഡ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ്. ആൻഡ് ദെൻ ഫോർ സെറ്റിംഗ് അപ്പ് ആൻ e-wallet account, the user need to install the software on his device and enter the relevant information required. ഫസ്റ്റ് നമ്മുടെ ഡിവൈസിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതിനാവശ്യമുള്ള റിലവൻറ്റ് ഇൻഫോർമേഷൻസ് റിക്വയർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമ്മളൊരു ആഫ്റ്റർ എ ഷോപ്പിംഗ് ഓൺലൈൻ, e-wallet ഓട്ടോമാറ്റിക്കലി ഫിൽസ് ദ യൂസേഴ്സ് ഇൻഫോർമേഷൻ ഓൺ ദ പേയ്മെൻറ്റ് ഫോം. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കഴിഞ്ഞാൽ e-wallet ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പേയ്മെൻറ്റ് ഫോമിൽ ഇൻഫോർമേഷൻ ഒക്കെ ഫില്ല് ചെയ്യും. ടു ആക്ടിവേറ്റ് e-wallet, the user need to enter his password. e-wallet ആക്ടിവേറ്റ് ചെയ്യാൻ ഈ യൂസർ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം. Once the online payment is made, the consumer is not required to fill the order form on any other website, as the information gets stored in database and it is updated automatically. ഒരു ടൈം നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നീട് അത് റീഫിൽ ചെയ്യേണ്ട കാര്യമില്ല വേറെ ഏത് വെബ്സൈറ്റിലായാലും. ഡാറ്റാബേസിൽ തന്നെ ഓൾറെഡി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആൻഡ് അത് അപ്ഡേറ്റ് ആവും, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡും ആവുകയും ചെയ്യും. അപ്പോൾ വാലറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ മൊബൈൽ വാലറ്റ്സ് 3 ടൈപ്സ് ആണുള്ളത്: ക്ലോസ്ഡ് വാലറ്റ്സ്, സെമി ക്ലോസ്ഡ് വാലറ്റ്സ്, ഓപ്പൺ വാലറ്റ്സ്. ഫസ്റ്റ്ലി, ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ്. Closed mobile wallets does not provide services like redemption or cash withdrawal. Closed mobile wallets റിഡംഷനോ ക്യാഷ് വിത്ഡ്രോവലോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സ്പെസിഫിക് കമ്പനി. ഒരു സ്പെസിഫിക് കമ്പനി ഉണ്ടാവും, ആ കമ്പനിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു സ്പെസിഫിക് കമ്പനിക്ക് മാത്രം ഗുഡ്സും സർവീസസും പർച്ചേസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ്. And semi-closed wallets are also similar like closed wallets. It is also does not permit redeem or withdraw cash, but it allows user to purchase goods and services with listed merchants who have a contract with the wallet company to receive payment. വാലറ്റ് കമ്പനിയായിട്ട്
കോണ്ടാക്റ്റ് ഉള്ള ഒരു ലിസ്റ്റ് ഓഫ് മെർച്ചൻസിന് മാത്രമാണ് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള അലോ ഉള്ളൂ. ആ ഒരു ഡിഫറൻസാണ് ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സും സെമി ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൽ സിമിലർ ആയിട്ട് വരുന്നത് ഇതിൽ രണ്ടിലും റിഡീമോ വിഡ്രോ ആ ക്യാഷോ പെർമിറ്റഡ് അല്ല. ഓപ്പൺ വാലറ്റ്സിൽ the open wallets that allow users to redeem plus withdraw cash named as open wallets. ഈ ഓപ്പൺ വാലറ്റ്സിൽ ക്യാഷ് റിഡീം ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ ഒക്കെയുള്ള പെർമിഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് പേഴ്സ്. Electronic purse is a card with a microchip that can be used instead of cash and coins for everything from vending machine to public transportations. ഇലക്ട്രോണിക് പേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു കാർഡാണ്, മൈക്രോ ചിപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു കാർഡാണ്. ക്യാഷിന് പകരവും കോയിൻസിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. എവറിത്തിങ് ഫ്രം വെൻഡിങ് മെഷീൻസ് ടു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. An electronic purse would consist of microchip embedded in a credit card, debit card, or stand along the card to store value electronically. And card holders can reload the microchip and control the amount of value stored in card memory. കാർഡ് മെമ്പറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ വാല്യൂ കൺട്രോൾ ചെയ്യാനും കാർഡ് ഹോൾഡേഴ്സ് മൈക്രോ ചിപ്പ് വീണ്ടും റീലോഡ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇലക്ട്രോണിക് പേഴ്സ് പ്രൊവൈഡ് കാർഡ് ഹോൾഡേഴ്സ് വിത്ത് സെക്യൂരിറ്റി ആൻഡ് കൺവീനിയൻസ് ഓഫ് ക്യാരിയിങ് ലെസ് ക്യാഷ് ആൻഡ് കോയിൻസ്, എലിമിനേറ്റിംഗ് ദ നീഡ് ഓഫ് എക്സ്ട്രാക്ട് ചേഞ്ചസ്. One of the biggest advantages to the bank of transferring transactions to an electronic based medium is that it will avoid the requirement to transport large quantity of metal and paper currency around the country and reduce the number of staff required to interact with customers. In addition, replacing check with their along delays with electronic money will speed up the proceeding of accounts, giving the users to access their own funds. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആസ് ദ കസ്റ്റമർ റിക്വയർ ന്യൂ സർവീസസ്, ദ വേരിയസ് ഓപ്പൺ കാർഡ് ഫ്രെയിംവർക്ക് സ്ട്രക്ചേഴ്സ് allow secure installation or facilitation on the card. If the programming team have done their job and ensured that the code work well and insecure, the users know that his card will perform as expected. And next one is a secured purse for larger amount of cash, such as transactions requiring a PIN, and unsecured purse of immediate small value of transactions such as buying a newspaper and so on, making this very convenient. And next, assuming that user does not lose the card or get it stolen, other cannot borrow money from wallet without authorized user's knowledge. And the next one is, the use of internet purchasing in this way may provide a means of bypassing the practice of price change. User will be able to purchase goods at lower cost legally, even when all the appropriate taxes and duties have been paid. Appropriate taxes and duties have been paid. Thank you.